ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂരിലെ പൊതുമരാമത്ത് വിശ്രമ മന്ദിരത്തിൻ്റെ നവീകരണം അവസാന ഘട്ടത്തിൽ. നവീകരിച്ച മന്ദിരം വ്യാഴാഴ്ച വൈകിട്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കാലഘട്ടത്തിന് അനുസൃതമായ മാറ്റങ്ങളോടെയാണ് നവീകരണം പൂർത്തിയാക്കുന്നതെന്ന് കെ ശൈലജ എം.എൽ.എ. പറഞ്ഞു. മട്ടന്നൂരിൻ്റെ ഹൃദയഭാഗത്ത് ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് പ്രകൃതി സൗഹൃദമാണ് മട്ടന്നൂരിലെ പൊതുമരാമത്ത് വിശ്രമ മന്ദിരം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉപയോഗിച്ച പഴയ കെട്ടിടവും പുതിയ കെട്ടിടവുമായി അടുത്തടുത്തുള്ള 2 കെട്ടിടങ്ങളിലാണ് വിശ്രമ മന്ദിരമുള്ളത്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കെട്ടിടം പഴയകാല നിർമ്മിതികളുടെ ചരിത്രം കൂടിയാണ്. ഈ കെട്ടിടത്തിൽ 2 വലിയ മുറികളാണുള്ളത്. അവയുടെ പഴമ നഷ്ടപ്പെടുത്താതെയാണ് നവീകരിച്ചിരിക്കുന്നത്. പുതിയ കെട്ടിടത്തിൽ 6 മുറികളാണുള്ളത്. ഇവിടെ മുറികൾ നവീകരിക്കുകയും കൂടുതൽ സൗകര്യങ്ങളും പുതിയ ഫർണിച്ചറുകളും ഉൾപ്പെടെ ആധുനിക രീതിയിലാണ് നവീകരിച്ചിരിക്കുന്നത്. കെട്ടിടത്തെ മനോഹരമാക്കുന്ന രീതിയിൽ ഇന്റീരിയർ ഡിസൈനും ചെയ്തിട്ടുണ്ട്. 75.5 ലക്ഷം രൂപ ചെലവിട്ടാണ് വിശ്രമമന്ദിരം നവീകരിച്ചതെന്ന് കെ ശൈലജ എം.എൽ.എ. പറഞ്ഞു. മട്ടന്നൂർ IB പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി ഇതിൻ്റെ റിനോവേഷന് വേണ്ടിയിട്ട് ഇത് പുതുക്കി നിർമ്മിക്കുന്നതിന് വേണ്ടി 75 ലക്ഷം രൂപ 75,50,000 രൂപ ഗവൺമെൻറ് അനുവദിക്കുകയും അതിൻ്റെ പ്രവൃത്തി ടെൻഡർ ചെയ്ത് ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി പൂർത്തിയായിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തത്. ഒന്ന്, നമ്മുടെ പഴയൊരു കെട്ടിടം നേരത്തെ ബ്രിട്ടീഷുകാരുള്ള സമയത്തുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലോ ആയിരുന്നു. അതിനെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് അതിൻ്റെ അഴുകിപ്പോയ വാരിയും അതെല്ലാം പുനഃസ്ഥാപിച്ചുകൊണ്ട് അതിനെ ഒന്ന് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ്. അതിനൊരു പഴയ ഒരു സ്മാരകം എന്നുള്ള നിലയിൽ ഒരു പുതിയ ഇന്നത്തെ ആളുകൾക്ക് കാണുമ്പോഴുള്ള ഒരു ഭംഗിയുള്ളൊരു കൺസ്ട്രക്ഷനാണ്. അത് നിലനിർത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനെ പുതുക്കി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പുതിയ കെട്ടിടമാണ്. ഈ കെട്ടിടം ഇതിൻ്റെ അകത്തെ റൂമുകളെല്ലാം അത്രയധികം ഒരു സൗകര്യമില്ലാത്ത ഒന്നായിരുന്നു. അപ്പോൾ ഈ റൂമെല്ലാം കൂടി 6 മുറികളുണ്ട്. അത് നവീകരിച്ച് അതിൻ്റെ അകത്ത് ഉപകരണങ്ങളും എല്ലാം മാറ്റിക്കൊണ്ട് എല്ലാം മാറ്റി ടൈൽസ് അടക്കം പുതിയത് ഇട്ടുകൊണ്ട് ഇപ്പോൾ ആളുകൾക്ക് അതിഥികൾക്ക് വന്നാൽ താമസിക്കാൻ കഴിയുന്ന നല്ല മുറികളാക്കി മാറ്റിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഓൺലൈൻ ബുക്കിംഗ് വഴി പോക്കറ്റ് കാലിയാകാതെ ഇവിടെ താമസിക്കാം. വൈകുന്നേരം 3 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം നഗരസഭയുടെ ടൗൺ സ്ക്വയറിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പൊതുപരിപാടികൾ നടക്കുക. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.